ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസത്തിന് മുന്നേ ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഏട്ടത്തിയമ്മേൻ്റെ അടുത്തേക്ക് പോയേരം. കുറേ ദിവസമല്ല, ഇതൊരു മാസത്തിന് മുന്നേ തന്നെ ആയിരിക്കും. ഒരു ലീവില്ല ദിവസമായിരുന്നു, എനിക്കൊന്ന് ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പോയ സമയത്ത് ഇവർ നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടെ അവിടുന്ന് ചോറായിട്ട് പിന്നെ താളിയാക്കുന്നുണ്ടതിനെ. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ എടുത്താലോ താളിയാക്കുന്നത്, കുറച്ച് താളി എനക്കും കൂടെ തരണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഇവർ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും എല്ലാം പറിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതെല്ലാം കൂടെ ഞെരടിയിട്ടാണ് കേട്ടോ നമ്മൾ താളിയാക്കുക. ഇടയ്ക്കിടയ്ക്ക് താളിയാക്കിയിട്ട് തലയിൽ തേച്ചാൽ നല്ലതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നതും ഞാൻ തേക്കുന്നതെല്ലാം ഞാൻ വീഡിയോ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ മത്സരിച്ച് ഞെരടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിന് ഇത് നമ്മൾ ശരിക്ക് ഈ ഇലയും പൂവെല്ലാം പറിച്ചിട്ടില്ലേ, അലക്ക് കല്ലുമ്മൽ ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഉരച്ച് കഴിഞ്ഞാൽ നല്ല നല്ല പശപശയായിട്ടുള്ള താളി കിട്ടുക. അങ്ങനെ താളിയെല്ലാം റെഡിയായി. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് തോട്ട് പോവാന്ന്. ഞാനല്ല, പിള്ളേർ തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു തോട്ട് പോവാന്ന്. അപ്പോൾ താളിയെല്ലാം എടുത്ത് തോട്ട് പോയിട്ട് താളി തേക്കാം, അന്നേരം വീഡിയോ എടുക്കാമെന്നല്ലാന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവർ താളിയാക്കുന്ന സമയത്ത് ഫോൺ കുത്തിവെക്കാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ആ ഗ്യാപ്പിൽ വീട്ടിൽ നിന്ന് തന്നെ താളിയെല്ലാം തലയിൽ തേച്ച് സെറ്റാക്കിയിട്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ താളി തേക്കുന്ന വീഡിയോ എൻ്റെ ഫോണിലില്ല. പിന്നെ എനിക്ക് തലയിൽ തേക്കാൻ താളി കിട്ടിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും തോട്ടിൽ വെള്ളമൊന്നുമില്ല, എന്നാലും നമ്മൾ വെറുതെ ഒന്ന് തോട്ടിലേക്ക് പോകുന്നു. ഇടയ്ക്ക് ഇതുപോലെ സമയമില്ലാരും പിള്ളേരെല്ലാം കൂട്ടിയിട്ട് നമ്മൾ പോവട്ടെ. ഇപ്പം അപൂർവമാണ്. പണ്ടെല്ലാം നമ്മൾ സ്ഥിരം തോട്ടിൽ അലക്കാൻ പോക്കുണ്ടതിനെ. ഇപ്പം പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് തിരക്കാണ്. പിന്നെ പിള്ളേരും എല്ലാം വലുതായില്ലേ, പരീക്ഷ കാര്യങ്ങൾ എല്ലാം. ഇപ്പം നമുക്ക് കുട്ടാപ്പിക്കും മാളുവിന് SLC എക്സാം നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത് ഇപ്പോഴത്തെയൊന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു മാസത്തിന് മുന്നേ എല്ലാം എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നത്. ഏതോ ഒരു ശനിയാഴ്ച ഞായറാഴ്ച എങ്ങനെയാണ്, സ്കൂളില്ലാത്തൊരു ദിവസം. അങ്ങനെ നമ്മൾ തോട്ടിലേക്ക് പോവാണ്. വെള്ളം ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. കുളിക്കാനൊന്നും ആവുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ എന്തെല്ലോ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇളയപ്പൻ്റെ വീട്ടിൻ്റെ സൈഡിലേക്ക് കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പം ഞാൻ പുറകിലുണ്ടത്രേ, അവരെല്ലാം നടന്ന് അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആടുന്ന് അവർ വിളിച്ച് പറയുന്നുണ്ട് വെള്ളമൊന്നും ഇല്ലയെന്ന്. എന്നാലും വെറുതെ പോയി നോക്കാം എന്താ അവസ്ഥ നിങ്ങൾക്കും കാണിച്ചു തരാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മന്ദം ഞാൻ നടന്നു പോകാന്ന് കേട്ടോ. എൻ്റെ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണി കിട്ടും. അതുകൊണ്ട് ഞാനിത് പതുക്കെ നടന്നാടെ എത്തിയിട്ടുണ്ട്. കണ്ടോ, നമ്മളെ തോട്ടിൽ അങ്ങനെ വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളയിലും. അത് കുളിക്കാൻ പറ്റുന്ന വെള്ളമൊന്നുമല്ല. പിന്നെ ഈ തോട്ടിൻ്റെ അരയിലെല്ലാം പച്ചക്കറിയെല്ലാം നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് അത്യാവശ്യം അവർക്ക് ഇങ്ങനെ കോരി വയ്ക്കാൻ പാകത്തിനില്ല കുറച്ച് വെള്ളമുണ്ട്, അല്ലാണ്ട് കുളിക്കാനൊന്നുമില്ല വെള്ളമില്ല കേട്ടോ. കണ്ടോ ഫുള്ളിങ്ങനെ വറ്റിയിട്ട് മണ്ണ് കാണുന്നത് കണ്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉണ്ട് എന്ന് കണ്ടിട്ട് നമ്മളിതാ മെല്ലെ അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മളെ ഓണത്തിനെല്ലാം ഇടുന്ന ഒരു പൂവില്ലേ, ഈ മഞ്ഞപ്പൂവ്, അങ്ങനത്തെ പൂവെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ ഇവരിതാ താഴെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഫോട്ടോ എല്ലാം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫോട്ടോക്ക് പോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. മാള് ഷാമ്പൂ എല്ലാം എടുത്തിട്ട് വന്നിട്ടാ തല കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ട വെള്ളമില്ല, അതുകൊണ്ട് ഏട്ടനും മോളും അങ്ങ് നടന്ന് പോകുന്നുണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് ഒരു കുഴി പോലത്തെ ഒരു സംഭവമുണ്ട്, അവിടെ അത്യാവശ്യം കുറച്ച് നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ അവരത് നോക്കാൻ വേണ്ടി പോകുന്നതാണ്. നോക്കിയിട്ട് നമ്മളോടും പറയാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ മതിയല്ലോ. എന്തായാലും ഏട്ടനും മോളും പോയി നോക്കിയിട്ട് വരട്ടെ. അവർ പോയി നോക്കിയിട്ട് പറഞ്ഞു അങ്ങോട്ടേക്ക് കുറച്ച് ഇതിനെക്കാട്ടിയും കുറച്ചധികം വെള്ളമുണ്ട് വാന്ന് പറഞ്ഞിട്ട് നമ്മളും അങ്ങനെ നടന്ന് പോവാന്ന് കേട്ടോ. ഇപ്പം തോട്ടിലേ നടക്കാൻ നല്ല സുഖമാണ്, വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട്. നല്ല വെള്ളമുള്ള സമയത്ത് എനക്കായാലും ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങി നടക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഒന്നാമത് നീന്തൽ അറിയില്ല, പിന്നെ അതുകൊണ്ട് തന്നെ ഈ വെള്ളം എനിക്ക് ഭയങ്കര പേടിയാണ്. ഇങ്ങനെ കുറച്ചുള്ള സമയത്തേക്ക് കീയൂലു. പിന്നെ നമ്മൾ അലക്കാനെല്ലാം പോകും, അത് അത്യാവശ്യം വെള്ളം കുറവില്ല സ്ഥലത്ത് നിന്നിട്ട് അങ്ങനെ അലക്കും കേട്ടോ. അപ്പോൾ ഏട്ടമ്മ അങ്ങനെ നടന്ന് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വർത്താനെല്ലാം പറഞ്ഞ് വെറുതെ വൈകുന്നേരം, ഈ വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, നമ്മളൊരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ എന്ന് പറയാനൊന്നുമില്ല. വെറുതെ തോട്ട് പോകുമ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാമെന്ന്. ഇനിയിപ്പം എക്സാമെല്ലാം കഴിഞ്ഞ് വെക്കേഷനല്ലേ വരാൻ പോകുന്നത്. അപ്പം ഞാൻ നമ്മളെ കുട്ടിപ്പട്ടാളം ടീമിനോടെല്ലാം ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ചാലഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്യണം വെക്കേഷന്. പക്ഷേ മിക്കവാറും അവർ ഫ്രീ ആയിരിക്കും, ഞാൻ പക്ഷേ ആ സമയത്ത് ബിസി ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇപ്പുറം വന്നു, ഇവിടുന്ന് റീൽസ് എടുക്കുവാന്ന് കേട്ടോ. മറ്റേ ഏത് പാട്ടാ ഞാൻ മറന്നുപോയി, ഉച്ചിക്കെട്ടിപ്പാറോതിയില്ലേ, ആ പാട്ടിൻ്റെ റീൽസ് എടുത്തുകൊണ്ട് നിൽക്കുവാണേ. അങ്ങനെ അവർ രണ്ടാളും ഇവിടുന്ന് റീൽസെല്ലാം എടുത്ത് പിന്നെ കുറച്ച് സമയം കൂടെ ആ വെള്ളത്തിൽ നിന്ന് കളിച്ചു. ഇവർ കളിച്ചിട്ടുണ്ടായിന്, നമ്മളങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ അധികം വെള്ളമൊന്നുമില്ല, നമുക്ക് കുളിക്കാൻ പറ്റുന്ന വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കുളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവർ മാത്രം അവിടെ വെള്ളത്തിൽ കളിച്ചു. കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിലെല്ലാം കളിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നു. സമയം ഏകദേശം വിളക്കെത്തിക്കാനല്ലേ സമയമെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇവരിതാ ആ വെള്ളത്തോണ്ട് തലയെല്ലാം നനക്കുന്നുണ്ട് കേട്ടോ. കുളിക്കണ്ടെന്ന് പറഞ്ഞു, എന്നാലും നനക്കുന്നുണ്ട്.
ഇനി പിന്നെ നേരെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ അവർ നല്ല വെള്ളത്തിൽ കുളിക്കും കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല ഒഴുക്കില്ല വെള്ളമുണ്ട്, അതിന് കെട്ടിക്കിടക്കുന്ന വെള്ളമൊന്നുമല്ല. അവിടുന്ന് പിന്നെ ഞാൻ നേരെ ഇതാ എൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തോട്ടം എന്നൊന്നും പറയാനില്ല കേട്ടോ. കണ്ട, നമ്മൾ പയർ നട്ടിട്ടുണ്ട്, പിന്നെ തക്കാളി നട്ടിട്ടുണ്ട്, വേറെ വെണ്ട നട്ടിട്ടുണ്ട്, അതുപോലെ ചീരി നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചീരയെല്ലാം ഇപ്പം നമ്മൾ അത്യാവശ്യം കറി വെച്ച് വറവാക്കിയിട്ടെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അപ്പുറത്ത് തന്നെ നമ്മളെ കുറച്ച് കപ്പയ്ക്ക ഉണ്ട് കേട്ടോ, പപ്പായ ഇല്ലേ, അത് ഉണ്ടാവുന്നുണ്ട്. എനിക്കിതെല്ലാം നട്ട് സെറ്റാക്കി തന്നത് പൃഥ്വിയേട്ടനാണ്. എല്ലാം കിളച്ച് ആക്കി എല്ലാം നട്ടാക്കി തന്നത് പൃഥ്വിയേട്ടനാണ്. പിന്നെ വൈകുന്നേരം വെള്ളം ഒഴിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഡ്യൂട്ടി ഉള്ളൂ. രാവിലെയും വെള്ളം ഒഴിക്കുന്നത് പൃഥ്വിയേട്ടനാണ്. രാവിലെ പിന്നെ ഞാൻ അടുക്കളയിൽ ബിസി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പൃഥ്വിയേട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ വെള്ളമാക്കും. പിന്നെ നമ്മൾ പൈപ്പ് ഇട്ടിട്ട് ആക്കലാന്ന് കേട്ടോ ഇങ്ങോട്ടേക്ക്. ഇതിപ്പം പിന്നെ ഞാൻ ബക്കറ്റിൽ ചാണകം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ ചാണകം കലക്കിയിട്ട് എല്ലാത്തിനും ഒഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് വരുന്നതാണ്. ഇപ്പോൾ ദേവൂട്ടിയും നന്ദൂട്ടിയും അപ്പുറം ഇപ്പുറമെല്ലായിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പൃഥ്വിയേട്ടൻ എത്തിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ചാണകമെല്ലാം കലക്കി ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പം കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വേഗം അതെല്ലാം കലക്കി അതിന് റെഡിയാക്കി കേട്ടോ. അപ്പോൾ എൻ്റെ പച്ചക്കറി നട്ടതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നല്ലേ. അപ്പോൾ ഇനി അതിൽ ഏകദേശം ഞാൻ കുറച്ച് ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഉണ്ടായ വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ചീരയെല്ലാം നമ്മൾ ഏകദേശം പറിച്ച് കഴിഞ്ഞ് ചീര കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വെള്ളരിയെല്ലാം ഇങ്ങനെ പൂത്തിട്ടുണ്ട് കേട്ടോ. മത്തൻ അപ്പോൾ ചീരയെല്ലാം കണ്ട, ചീര നമ്മൾ ഇട്ടത് ഒരുപാട് അധികമായിപ്പോയിനെ. അപ്പോൾ കൂട്ടക്കനായിട്ട് അതിന് വളരേണ്ട സ്പേസ് കിട്ടിയിട്ടില്ല. അപ്പോൾ കുറേയെല്ലാം പൊരിച്ച് നട്ടിട്ടുണ്ട് അതിന്. അതെല്ലാം നന്നായി കേട്ടോ. അതെല്ലാം നമ്മൾ പറിച്ച് കറി വെച്ച് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വെള്ളരിയെല്ലാം ഇപ്പോൾ ഇങ്ങനെ പൂത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ അതിലുണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ വെണ്ടയ്ക്കയെല്ലാം ഉണ്ടായി 2 പ്രാവശ്യം പറിച്ച് ഉണ്ടാവുന്നുണ്ട് വെണ്ടയ്ക്കയെല്ലാം. പയറിപ്പം നമുക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല നീളമില്ല പയറാണ്, ഇതിനെക്കാട്ടി നീളമില്ലത് അപ്പുറത്തുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. പറിക്കാനിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് പറിക്കാം, അത്യാവശ്യം ആയിട്ടുണ്ട്. പിന്നെ ഇതാ കുഞ്ഞ് പയറിലിങ്ങനെ ഇടുന്ന ആവുന്നുണ്ടേ. പിന്നെ ഇത് ചീര ഇതെല്ലാം ഞാൻ മുറിച്ച് കൊടുത്തത് വീണ്ടും ഇങ്ങനെ തേർത്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പച്ചച്ചീരയെല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കാണ്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വീണ്ടും ഇങ്ങനെ വരും കേട്ടോ. കണ്ടാ പയർ, ഇതാ പയറിൻ്റെ നീളം കണ്ട. അത്യാവശ്യം നല്ല നീളമുള്ള പയറാണ് കേട്ടോ. ഇതാ പയർ നിലത്ത് മുട്ടാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനിപ്പം പറിച്ചെടുക്കാൻ പോവാണേ. ഇതിനി വെച്ച് കഴിഞ്ഞാൽ മൂത്ത് പോവും, അതുകൊണ്ട് ഉറുമ്പുണ്ട്.
അപ്പോൾ എൻ്റെ വെള്ളയിക്കൽ പരിപാടി കഴിഞ്ഞു. ഇതാ പയർ, ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു വറവിന് ധാരാളമാണ് നമുക്കിത്. നല്ല നീളമുള്ള പയറാണ് കേട്ടോ. അപ്പോൾ പയർ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ്, നമ്മളെ ആദ്യത്തെ പയറാണ്. വെണ്ടക്ക ഞാൻ 2 പ്രാവശ്യം ഞാനും പറിച്ചു. ചീര നമ്മൾ കുറേ പ്രാവശ്യം വറവാക്കി കേട്ടോ. അങ്ങനെ പിന്നെ തക്കാളിയൊന്നും ഇപ്രാവശ്യം നമ്മൾ നന്നായിട്ടില്ല. തക്കാളി എല്ലാം വാടി പോയി, തീരെ പോയി, ഒന്നും നന്നായിട്ടില്ല. വഴുതിന് 2 തടമുണ്ട്, അതും പക്ഷെ അങ്ങനെ നന്നായിട്ട് കാണുന്നില്ല. വെള്ളരിയും മത്തനെല്ലാം ഇപ്പം പൂത്തിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് കിട്ടുന്നില്ല പ്രതീക്ഷയിലാണ് ഇല്ലത്. അപ്പോൾ നമ്മളിങ്ങനെ നട്ടിച്ച് നമുക്ക് അതിൽ നിന്ന് കിട്ടുമ്പം ഭയങ്കര സന്തോഷമല്ലേ. അതുപോലെ ഇതാ പയറെല്ലാം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇനിയിപ്പോൾ വെള്ളരി നമുക്ക് ഇടായിരിക്കും അത്ര താല്പര്യമില്ല കേട്ടോ. ഇടാം, എനക്കും പ്രതികരണം മക്കൾക്ക് അങ്ങനെ വെള്ളരി വലിയ ഇഷ്ടമൊന്നുമല്ല, എന്നാലും നമ്മൾ നട്ടു നോക്കിയതാണ്. അപ്പുറം അമ്മയെല്ലാം കൂട്ടും നമുക്കല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.